ഇന്ന് നവംബർ 14 ചിൽഡ്രൻസ് ഡേ, കുട്ടികളുടെ ദിവസം. പല സ്കൂളുകളും ഇന്നേ ദിവസം ആഘോഷിക്കുന്നത് പല രീതിയിലായിരിക്കും. എന്നാൽ ആലുവക്കടുത്ത് മാറമ്പള്ളിയിലുള്ള അമൽ പബ്ലിക് സ്കൂൾ ഇന്നേ ദിവസം ആഘോഷിച്ചത് മാതൃകാപരമായ രീതിയിലായിരുന്നു. അമൽ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ ഇന്നേ ദിവസം സ്കൂളിലേക്ക് വന്നത് അവരുടെ ഭക്ഷണപ്പൊതിയോടൊപ്പം തന്നെ ഒരു പൊതിച്ചോറ് എക്സ്ട്രാ കരുതിക്കൊണ്ടായിരുന്നു. അങ്ങനെ സ്കൂളിൽ എത്തിച്ചേർന്ന 600ഓളം പൊതിച്ചോറുകളുമായി കുട്ടികളും അധ്യാപകരും ഇന്ന് പോയത് കോതമംഗലം നെല്ലിക്കുഴിയിലുള്ള പീസ് വാലിയിലേക്കായിരുന്നു. പീസ് വാലി വാക്കുകളാൽ വർണ്ണിക്കാൻ കഴിയാത്ത കാരുണ്യത്തിന്റെ ഒരു അത്ഭുത ലോകം. അപ്പൊ മക്കള് മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് ദൈവം തന്നിട്ടുള്ളതൊക്കെ സൗഭാഗ്യങ്ങളാണ് അല്ലേ. നമുക്ക് ഒരു വീടുണ്ട്, ഉറങ്ങാൻ ഇടമുണ്ട്, അതുപോലെ അച്ഛനും അമ്മയുണ്ട്, നമുക്ക് നോക്കാൻ എല്ലാവരും ഉണ്ട്, എല്ലാം ഉണ്ട്, കഴിക്കാൻ ഭക്ഷണമുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാത്തിനും ഉപരി അല്ലേ. നമുക്ക് ഓടിക്കളിക്കാം, നമുക്ക് വേണ്ടതൊക്കെ ചെയ്യാം, ആൻഡ് വി ആർ ഹാപ്പി അല്ലേ. അപ്പം നമുക്കിടയിൽ ഒരുപാട് പേര് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് പേരെ വളരെ സ്നേഹത്തോടെ കരുതലോടെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഇവിടെ വന്ന് നമ്മൾ അവരെ കാണുക, അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുക, അവർക്ക് നമ്മൾ കൊണ്ടുവന്ന പൊതിച്ചോറ് സമ്മാനമായിട്ട് കൊടുക്കുക. നിങ്ങൾക്കൊക്കെ പൊതിച്ചോറ് ഇഷ്ടമല്ലേ? എനിക്ക് വളരെ ഇഷ്ടമാണ് പൊതിച്ചോറ് അല്ലേ. ഇലയിൽ പൊതിഞ്ഞ ചോറിന് എന്തൊരു ടേസ്റ്റാ അല്ലേ. അപ്പൊ അത് നമ്മൾ പങ്കിടുക, അതാണ് നമ്മുടെ ഉദ്ദേശം. പിന്നെ നമ്മൾ കുറച്ച് പുസ്തകങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്, അത് അവർക്ക് വായിക്കാൻ വേണ്ടി കൊടുക്കുക, അതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം. അതിനാണ് വന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു പാട്ടുകളൊക്കെ അറിയാം, കഥകൾ അറിയാം, അതൊക്കെ നിങ്ങൾ ഇവിടെയുള്ള അതെ പാടിക്കൊടുക്കണം. പ്രായം ചെന്ന ആൾക്കാർക്കൊക്കെ പാടിക്കൊടുക്കണം. ആമ കുഞ്ഞനോ ആമ കുറുമ്പരന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി ദൂരത്തിൽ എങ്ങും മടങ്ങിയല്ലോ. ഇവിടെ 6 ബിൽഡിംഗ് ആണ്. സ്നേഹതീരം, പാലിയേറ്റീവ്, ഡയാലിസിസ്, ചിൽഡ്രൻസ് വില്ലേജ്, നിർഭയ, അങ്ങനെ തണല്. ഇവിടെ ഉള്ളത് കാരണവന്മാര്, വയസ്സായവർ. സ്നേഹതീരം വാർഡിലുള്ളത് വയസ്സായവരാണ്, അച്ഛന്മാര്, അമ്മമാര്, അങ്ങനെയുള്ളവരാണ്. നമ്മുടെ തണലിലുള്ളവര് ഈ സൈക്കാട്രി പ്രോബ്ലം ഉള്ള ചെറിയ പയ്യന്മാര്, ഏജ് ആയവർ ഒക്കെ ഉണ്ട് തണൽ എന്ന ഇതിൽ. അതിൽ സൈക്കാട്രി പ്രോബ്ലം ഒരുപാടുള്ളവരെയാണ് നമ്മൾ തണലിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചിൽഡ്രൻസിലുള്ളത് 6 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള പിള്ളേരാണ്. അത് സെറിബ്രൽ പാൾസി, ഓട്ടിസം അങ്ങനെ ഉള്ള പിള്ളേരുകളാണ് അവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് കാരണവന്മാരാണ് അധികം ഉള്ളത്. അത് നമുക്ക് കാണാം. അവർക്ക് പാട്ട് പാടി കൊടുക്കുക, അവരോട് വർത്തമാനങ്ങൾ ചോദിക്കുക, എല്ലാം ചെയ്യുക. അപ്പൊ അവർക്ക് സന്തോഷവും. കുടമുല്ല ചുരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതു മണവാട്ടി നിന്റെ അരിമുല്ലക്കിനാവിലെ അഴകേറും പുതുമാരെ ഇതാ വരും പെണ്ണ് ഇതാ വരുന്നേ. രക്ഷിതാക്കളുടെ ക്രൂരതയ്ക്കിരയായ ഭിന്നശേഷിക്കാരനായ കുട്ടിയെ കോതമംഗലം പീസ് വാലി ഏറ്റെടുക്കുകയായിരുന്നു. കോതമംഗലം പീസ് വാലിയിലാണ് ആരംഭിച്ചത്. പീസ് വാലി നിങ്ങളുടെ അയൽവാസികളല്ലേ? അയൽവാസികളായ ആളുകൾ ആരെങ്കിലും കിടപ്പുരോഗികളുണ്ടോ? ഇല്ലേ? അതില്ല. എല്ലാവരും വീട്ടിലും എല്ലാ ചുറ്റടുത്തുള്ളവരും ഒരാളും അസുഖമില്ല പ്രാണിച്ചു ചേർക്കാത്തതാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത്ര ആളുകൾ ഇവിടെ വന്ന് എങ്ങനെയാ? ആളുകളുണ്ട്, നമുക്കറിയില്ല പ്രശ്നം. അത് നമ്മൾ അന്വേഷിച്ചെന്നാൽ കാണുക അല്ലേ. നമ്മളിങ്ങനെ പോകുമ്പോൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അങ്ങനെ കണ്ടപ്പോൾ ഉണ്ടായ ഒരു ആലോചനയിൽ നിന്നാണ് ഈ പീസ് വാലി ഉണ്ടായത്. ആരോഗ്യമുള്ള അവസ്ഥ എന്നത് എന്തു വലിയ അനുഗ്രഹമാണ്. ഞങ്ങൾ അവിടെ കണ്ട ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജോലിക്കിടയിലുണ്ടായ ഒരു അപകടത്തെ തുടർന്ന് കഴുത്തിന് താഴേക്ക് ചലനം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് അനക്കാൻ സാധിക്കുന്നത് തല മാത്രമാണ് അനക്കാൻ സാധിക്കുന്നത്. 6 വർഷമായി അദ്ദേഹം കിടന്ന കിടപ്പിൽ തന്നെയാണ്. അദ്ദേഹത്തെ സംരക്ഷിച്ചു പോന്നിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടു. മക്കളാണ് അദ്ദേഹത്തെ പീസ് വാലിയിൽ കൊണ്ടുവന്നാക്കുന്നത്. അങ്ങനെ എത്രയെത്ര ജീവിതങ്ങൾ. ഈ ഒരു ചിൽഡ്രൻസ് ദിനം ഇത്തരത്തിൽ ആഘോഷിച്ച അമൽ സ്കൂളിന് അഭിനന്ദനങ്ങൾ.